സ്വന്തം നാട്ടിൽ വെച്ച് 2023 ഫൈനലിൽ കൈവിട്ടു പോയ ലോക കിരീടം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാവും 2027 ICC ഏകദിന ലോകകപ്പിൽ ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. അവസാന എഡിഷനിൽ കളിച്ച ടീമിൽ പല മാറ്റങ്ങളും അടുത്ത തവണ പ്രതീക്ഷിക്കാം. ചില സൂപ്പർ താരങ്ങളെ ഇന്ത്യൻ കുപ്പായത്തിൽ നമുക്ക് ടൂർണമെന്റിൽ കാണാനും സാധിക്കുകയില്ല. യുവതാരം ശുഭ്മൻ ഗില്ലായിരിക്കും ടീമിനെ ലോകകപ്പിൽ നയിക്കുക എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ പുതിയ നായകൻ ആക്കിയിരിക്കുന്നത്. എങ്ങനെയാവും 2027 ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീം ലൈനപ്പ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അടുത്ത ഏകദിന ലോകകപ്പിൽ മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയെ ടീമിൽ കാണാനുള്ള സാധ്യത തീരെ കുറവ് തന്നെയാണ്. നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ അദ്ദേഹം ലോകകപ്പ് പ്ലാനുകളുടെ ഭാഗമല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ലോകകപ്പിന് മുമ്പ് തന്നെ ഏകദിനത്തിൽ രോഹിത് വിരമിക്കലും പ്രഖ്യാപിച്ചിരിക്കും. ലോകകപ്പിൽ ടീമിന്റെ ഓപ്പണർമാരിൽ ഒരാൾ നായകൻ ശുഭ്മാൻ ഗിൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാവാൻ രണ്ടുപേരാണ് മത്സര രംഗത്തുമുള്ളത്. ഒരാൾ യശസ്വി ജയ്സ്വാളും മറ്റൊരാൾ അഭിഷേക് ശർമ്മയുമാണ്. രണ്ടുപേരും ഇടംകയ്യൻ ബാറ്റർമാരാണ്. പക്ഷേ ഓൾറൗണ്ടർ കൂടിയാണ് എന്നുള്ളത് അഭിഷേകിന് ഒരു പ്ലസ് പോയിന്റ് ആണ്. അടുത്ത 2 വർഷത്തിനിടെയുള്ള പ്രകടനം കൂടി പരിഗണിച്ച് തന്നെയായിരിക്കും രണ്ടിൽ ആര് വേണം എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കാൻ പോകുന്നത്. ഗില്ലുമായുള്ള കുട്ടിക്കാലം മുതലുള്ള സൗഹൃദം അഭിഷേകിന് മുൻതൂക്കം നൽകിയിരിക്കും. 3-ാം നമ്പറിൽ ഇതിഹാസ ബാറ്ററായ വിരാട് കോഹ്ലിയെ കാണാൻ സാധ്യതയില്ല. ഫിറ്റ്നസ് അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിലും വല്ലപ്പോഴുമുള്ള ഏകദിനങ്ങളിൽ മാത്രം കളിച്ച് അടുത്ത ലോകകപ്പ് വരെ ഫോം കാത്തു സൂക്ഷിക്കുക കോഹ്ലിക്ക് ദുഷ്കരം തന്നെയായിരിക്കും. രോഹിത്തിനൊപ്പം അദ്ദേഹവും ലോകകപ്പിന് കാത്തു നിൽക്കാതെ ഏകദിനം മതിയാക്കാൻ സാധ്യതയേറെയാണ്. കോഹ്ലിക്ക് പകരം 3-ാം നമ്പറിൽ കളിക്കാൻ പോകുന്നത് ഇടംകയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയായിരിക്കും. 4-ാമനായി സ്റ്റാർ ബാറ്ററും പുതിയ വൈസ് ക്യാപ്റ്റനുമായ ശ്രേയസ് അയ്യരായിരിക്കും. ഈ റോളിൽ നിലവിൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു താരവും ഇന്ത്യക്കില്ല. 5-ാമൻ മറ്റൊരു സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ KL രാഹുൽ തന്നെയായിരിക്കും. ഏകദിനത്തിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും നിലവിൽ അദ്ദേഹം തന്നെയാണ്. മലയാളി താരം സഞ്ജു സാംസണിന് ബാക്കപ്പായി അവസരം ലഭിക്കാൻ സാധ്യതയില്ല. അതിനു പകരം ഋഷഭ് പന്തിനായിരിക്കും നറുക്ക് വീഴാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ഏകദിന ലോകകപ്പായി ഇത് മാറിയേക്കാം. 7-ാമനായി മറ്റൊരു സീം ബൗളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയാവും കളിക്കാൻ പോകുന്നത്. ഫോമും ഫിറ്റ്നസും എല്ലാം ആശ്രയിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ സെലക്ഷൻ. നിതീഷ് അല്ല എങ്കിൽ ഈ റോളിൽ റിങ്കു സിംഗ് വന്നേക്കും. 8-ാം നമ്പറിൽ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിന്റെ കൈകളിൽ ഭദ്രമാണ്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ കുൽദീപ് യാദവിനെ കാണാൻ സാധിക്കും. ബാക്കപ്പായിട്ട് വരുൺ ചക്രവർത്തിയും ഉണ്ടാകും. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാവും ഫാസ്റ്റ് ബൗളിംഗിന് ചുക്കാൻ പിടിക്കുക. അദ്ദേഹത്തിന് കൂട്ടായി മുഹമ്മദ് സിറാജിനെയും ഹർഷ്ദീപ് സിംഗിനെയും ഉറപ്പിക്കാം. 2027 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം സാധ്യതാ ടീം ഇങ്ങനെയായിരിക്കാം: ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാൾ, തിലക് വർമ്മ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി അല്ലെങ്കിൽ റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷ്ദീപ് സിംഗ്.